ഇത് തന്നെയാണ്. വളരെ പ്രധാനപ്പെട്ട ഒരു വിവരം. കടുവ ചത്ത നിലയിൽ എന്നൊരു വാർത്ത വരുന്നുണ്ട്. നരഭോജി കടുവ ചത്ത നിലയിൽ. വളരെ നിർണായകമായൊരു വിവരം തന്നെയാണ് ഇത്. നരഭോജി കടുവയ്ക്കായുള്ള തിരച്ചിൽ ഊർജിതമാക്കുന്ന ഒരു സാഹചര്യത്തിൽ കടുവ ചത്ത നിലയിൽ എന്നൊരു വാർത്തയാണ് പുറത്തുവരുന്നത്. നമുക്കറിയാം കടുവയുടെ ആരോഗ്യസ്ഥിതി വളരെ മോശമായിരുന്നു എന്ന് പറയുന്നുണ്ട്. വിവരങ്ങളുമായി കമൽ ചേരുന്നുണ്ട്. കമൽ, കടുവ ചത്ത നിലയിൽ എന്നൊരു വാർത്തയാണ് പുറത്തുവരുന്നത്. എന്താണ് വിശദാംശങ്ങൾ? വനഭാഗത്ത് ദൗത്യസംഘം ചത്ത നിലയിൽ കണ്ടെത്തി എന്നുള്ളതാണ്. വെടിവെച്ച് കൊന്നതാണോ എന്നുള്ളൊരു കാര്യത്തിൽ നമുക്ക് ഇപ്പോൾ വ്യക്തതയില്ല. പക്ഷെ കടുവയെ ചത്ത നിലയിൽ കണ്ടെത്തി എന്നുള്ള ഒരു വിവരം ആണ് ഏറ്റവും പുതിയതായിട്ട് എനിക്ക് ലഭിച്ചിരിക്കുന്നത്. അത് കൺഫേം ആണ്. നരഭോജി കടുവയെ ചത്ത നിലയിലാണ് കണ്ടെത്തിയിരിക്കുന്നത്. ഏറെ നിർണായകമായൊരു വാർത്തയാണ് ഇത്. മാനന്തവാടിയിലെ നരഭോജി കടുവ ചത്ത നിലയിൽ കണ്ടെത്തിയിരിക്കുകയാണ്. ഇന്ന് കടുവയെ പിടികൂടുമെന്നുള്ള ദൗത്യ സംഘത്തിന്റെ ആ ഒരു വലിയ ലക്ഷ്യം അതൊക്കെ തകർത്തുകൊണ്ടാണ് കടുവയെ ചത്ത നിലയിൽ കണ്ടെത്തിയിട്ടുള്ളത്. കടുവ ആരോഗ്യസ്ഥിതിയിൽ വളരെ മോശമായിരുന്നു. കടുവയുടെ ആരോഗ്യസ്ഥിതി വളരെ മോശമായിരുന്നു എന്നുള്ളതായിരുന്നു നമുക്ക് നേരത്തെയും അറിയാൻ കഴിഞ്ഞിരുന്നത്. ഇപ്പോൾ എന്തായാലും കടുവയെ ചത്ത നിലയിൽ കണ്ടെത്തിയിരിക്കുകയാണ് സംഘം. കൂടുതൽ വിവരങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് വരേണ്ടതുണ്ട്. എന്തായാലും നാടൊടുക്കം കടുവയെ വെടിവെച്ചു കൊല്ലണമെന്നൊരു ആവശ്യം ഉന്നയിക്കുന്ന ഒരു സാഹചര്യത്തിൽ കടുവയെ തിരഞ്ഞ് ദൗത്യസംഘം പുതിയ മാർഗങ്ങളുമായി എത്തുന്ന ഒരു സാഹചര്യത്തിൽ ഇപ്പോൾ കടുവയെ ചത്ത നിലയിൽ കണ്ടെത്തിയിരിക്കുകയാണ്. വളരെ നിർണായകമായ ഒരു നിമിഷം തന്നെയാണ് ഇത്. വയനാട്ടിലെ കടുവ ചത്ത നിലയിൽ കണ്ടെത്തിയിരിക്കുകയാണ്. കമൽ ചേരുന്നുണ്ട്. കമൽ, എപ്പോഴാണ് ഈ കടുവയെ ചത്ത നിലയിൽ കണ്ടെത്തിയത്? എവിടെയാണ് ഇപ്പോൾ ദൗത്യസംഘമുള്ളത്? കടുവ ചത്ത നിലയിൽ എന്നുള്ള ഒരു വിവരമാണ് വരുന്നത്. ഇത് നമ്മൾ തേടിക്കൊണ്ടിരിക്കുന്ന നരഭോജി കടുവയാണോ എന്ന കാര്യത്തിൽ കൂടുതൽ വ്യക്തതയും വരേണ്ടതുണ്ട്. എന്തായാലും ഇപ്പോൾ ദൗത്യ സംഘത്തിന് മുന്നിൽ ഈ കടുവ ചത്ത നിലയിലാണ് ഉള്ളത്. ജയലക്ഷ്മി, അതിപ്രധാനമായ വിവരമാണ് കമൽ ഇപ്പോൾ വയനാട്ടിൽ നിന്ന് പങ്കുവയ്ക്കുന്നത്. വളരെ പ്രധാനപ്പെട്ട ഒരു ദൗത്യത്തിന് വേണ്ടി ദൗത്യസംഘം വിവിധ ടീമായി തിരിഞ്ഞ് വനത്തിലേക്ക് പോകുന്നിടയിലാണ് വളരെ പ്രധാനപ്പെട്ട വിവരം മാതൃഭൂമി ന്യൂസിലൂടെ കമൽ വയനാട്ടിൽ നിന്ന് പങ്കുവയ്ക്കുന്നത്. കടുവ ചത്ത നിലയിൽ. പക്ഷേ ഈ കടുവ നേരത്തെ രാധയെ കൊലപ്പെടുത്തിയ കടുവയാണോ എന്ന കാര്യത്തിൽ ഇപ്പോഴും നമുക്ക് ഉറപ്പില്ല. അക്കാര്യം ഇനി സ്ഥിരീകരിക്കേണ്ടത് വനംവകുപ്പിന്റെ സംഘമാണ്. അക്കാര്യത്തിൽ കൂടുതൽ പരിശോധനകൾ നടക്കും. അതേസമയം തന്നെ ഈ മേഖലയിൽ കടുവ ചത്ത നിലയിൽ എന്ന അതിപ്രധാനമായ വാർത്തയും ആ ദൃശ്യവുമാണ് ഇപ്പോൾ പ്രേക്ഷകരുമായി മാതൃഭൂമി ന്യൂസ് പങ്കുവയ്ക്കുന്നത്. ആളക്കൊല്ലി കടുവ, നരഭോജി കടുവ, അതിനെ എത്രയും വേഗം പിടികൂടണം എന്ന ആവശ്യം കഴിഞ്ഞ ദിവസങ്ങളിൽ ശക്തിപ്പെട്ടിരുന്നു. വലിയ ജനകീയ പ്രതിഷേധമുണ്ടായിരുന്നു. രാധ എന്ന തോട്ടം തൊഴിലാളി സ്ത്രീയുടെ ജീവൻ നഷ്ടമായതിന് പിന്നാലെ ഇന്നലെ ദൗത്യസംഘത്തിന് നേരെ ആക്രമണം ഉണ്ടായിരുന്നു. ഒരു ദൗത്യസംഘാംഗം ഇപ്പോൾ ആശുപത്രിയിലാണ്. അതിന് പിന്നാലെ വിപുലീകരിച്ച് സംഘം കാട്ടിലേക്ക് രാവിലെ തിരിക്കുന്നതിനിടയിലാണ് ഇപ്പോൾ സുപ്രധാനമായ വിവരം വയനാട്ടിൽ നിന്ന് മാതൃഭൂമി ന്യൂസ് പങ്കുവയ്ക്കുന്നത്. കടുവ ചത്ത നിലയിൽ, കടുവയുടെ ദൃശ്യം ഉൾപ്പെടെയാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത്. പക്ഷേ ഇത് ആളെക്കൊല്ലി കടുവയാണോ എന്ന കാര്യത്തിൽ ജയലക്ഷ്മി സംശയമുണ്ട്. തീർച്ചയായിട്ടും രതീഷ്, കാരണം ഇത് നരഭോജി കടുവ തന്നെയാണോ എന്ന കാര്യത്തിൽ ഒരു വ്യക്തത വരേണ്ടതുണ്ട്. എല്ലാ ആളുകളും ഇത് കടുവയെ വെടിവെച്ച് കൊല്ലണം. അവിടെ നിന്നുള്ള കൂടുതൽ വിവരങ്ങളും ദൃശ്യങ്ങളും ആദ്യ ദൃശ്യങ്ങളാണ് മാതൃഭൂമി ന്യൂസിലൂടെ പ്രേക്ഷകരിലേക്ക് എത്തുന്നത്. കമൽ വിവരങ്ങളുമായി തുടരുന്നത്. കമൽ, ഇത് എവിടെ നിന്നുള്ള ദൃശ്യങ്ങളാണ്? അതിൽ എന്തെങ്കിലും ഒരു സംശയത്തിനുള്ള അടിസ്ഥാനമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അത് കൺഫേം ചെയ്യുകയാണ്, സ്ഥിരീകരിക്കുകയാണ്. ആ കടുവ തന്നെ ആകാൻ മറ്റൊരു കടുവയെ ഇവിടെ നിന്ന് ഇത്രയും തെറ്റിൽ നടക്കുമ്പോൾ മറ്റൊരു കടുവയെ അങ്ങനെ കാണാനുള്ള ഒരു സാധ്യതയുമില്ല. അത്തരമൊരു സംശയമുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് കടുവ ചത്ത നിലയിൽ എന്ന് നമ്മൾ ആ സമയത്ത് കൊടുത്തിരിക്കുന്നത്. അതിപ്രധാനമായ വാർത്തയും ആശ്വാസകരമായ വിവരവും മാതൃഭൂമി ന്യൂസിലൂടെ വയനാട്ടിൽ നിന്ന് ഞങ്ങളുടെ ടീം കമൽ പങ്കുവയ്ക്കുകയാണ്. അതിപ്രധാനമായ വിവരം വയനാട്ടിലെ ജനങ്ങളെ സംബന്ധിച്ച് വലിയ ആശ്വാസമുള്ള, മലയോര മേഖലയെ സംബന്ധിച്ച് വളരെ ആശ്വാസമുള്ള വിവരമാണ്. വലിയ പ്രതിഷേധങ്ങൾക്കൊടുവിൽ ദൗത്യം തുടരുന്നതിനിടയിലാണ് ഇപ്പോൾ കടുവ ചത്ത നിലയിൽ. ആ ദൃശ്യങ്ങളാണ് പങ്കുവയ്ക്കുന്നത്. കമൽ, തുടരാം. കമൽ, ആ കടുവ തന്നെയാണ്. ഘട്ടത്തിൽ മറ്റൊരു സംശയം ഉണ്ടായിരുന്നില്ല. കടുവ ചത്ത നിലയിൽ എന്ന് പറഞ്ഞത് ഈ കോൺഫ്ലിക്ട് ടൈഗർ തന്നെയാണ് എന്ന കാര്യത്തിൽ ഒരു സംശയത്തിനും ഇടയില്ല. ആ കടുവ തന്നെയാണ് എന്ന ഉദ്യോഗസ്ഥരടക്കം സ്ഥിരീകരിച്ചിരിക്കുന്നു. എന്തായാലും വലിയ ആശ്വാസമാണ്. ഇന്നലെ ദൗത്യസംഘാംഗത്തെ ആക്രമിച്ചപ്പോൾ വെടിവെക്കാൻ ശ്രമിച്ചിരുന്നു. വെടി കൊണ്ടില്ല എന്നുള്ളതായിരുന്നു ആ സമയത്തെ വിവരം. ഒരുപക്ഷെ ഇനി അങ്ങനെയാണോ കടുവ ചത്തതെന്ന് നമുക്ക് അറിയില്ല. അത് പോസ്റ്റ്മോർട്ടത്തിന് എവിടെയാണ് ഈ കടുവയെ കണ്ടെത്തിയിട്ടുള്ളത്?
ഇത് പിലാക്കാവിൽ തന്നെയാണ്. അതായത് നേരത്തെ നമ്മുടെ പ്രിയദർശിനി എസ്റ്റേറ്റിൽ നിന്ന് മാനന്തവാടി ടൗണിലേക്ക് വരുന്ന റോഡരികിൽ വനമേഖലയുണ്ട്. ആ വനമേഖലയിൽ നിന്നാണ് ഇപ്പോൾ കടുവയുടെ ജഡം കണ്ടെത്തിയിരിക്കുന്നത്. അതിന്റെ ദൃശ്യങ്ങളാണ് കാണുന്നത്. ഇപ്പോൾ ബേസ് ക്യാമ്പിലേക്ക് പോവുകയാണ് കടുവയുടെ ജഡവുമായി വാഹനം. അവിടെ വെച്ച കാര്യങ്ങൾ വിശദീകരിക്കാമെന്നാണ് CCF KS ഉൾപ്പെടെയുള്ളവർ പറയുന്നത്. ഇപ്പോൾ ഈ സ്ഥലം ഉൾപ്പെടുന്ന ബേഗൂർ റേഞ്ച് ഓഫീസറോട് തന്നെയാണ് ഞാൻ അല്പം മുമ്പ് ചോദിച്ചത്. എന്തെങ്കിലും തരത്തിലുള്ള കൺഫ്യൂഷനോ അത്തരം ഒരു കൺഫ്യൂഷനും ഇല്ല, ആ കടുവ തന്നെയാണ് എന്നാണ് അദ്ദേഹം. ആശ്വാസകരമായ വിവരവും വാർത്തയും ദൃശ്യങ്ങളുമാണ് മാതൃഭൂമി ന്യൂസ് പ്രേക്ഷകരുമായി പങ്കുവയ്ക്കുന്നത്. വയനാട്ടിലെ ആളക്കൊല്ലി കടുവയെ ചത്ത നിലയിൽ കണ്ടെത്തിയിരിക്കുന്നു. അക്കാര്യം അവിടുത്തെ റേഞ്ച് ഓഫീസർ തന്നെ സ്ഥിരീകരിച്ചു എന്നതാണ് കമൽ നൽകുന്ന സുപ്രധാനമായ വിവരം. കമൽ, ഈ രാധയെ കൊലപ്പെടുത്തിയതിന് സമീപത്ത് തന്നെയാണോ? ഇന്നലെ ആക്രമണം ഉണ്ടായതിന് സമീപത്ത് തന്നെയാണോ? ആ സമീപത്ത് തന്നെയാണ്. എനിക്ക് ആ വനമേഖലയിൽ കൃത്യമായി ഇന്നലെ ആ സംഭവം നടക്കുമ്പോൾ ഞാൻ ഇവിടെ ഉണ്ടായിരുന്നില്ല, എന്നാലും ആ സ്ഥലത്ത് തന്നെയാണ് എന്നുള്ളതാണ് എനിക്ക് പ്രാഥമികമായുള്ള വിവരം. ആളെക്കൊല്ലി കടുവ ചത്ത നിലയിൽ കണ്ടെത്തിയിരിക്കുകയാണ്. ഏറെ ആശ്വാസകരമായ ഒരു വാർത്തയാണ് വരുന്നത്. നരഭോജി കടുവ പീലക്കാവ് മേഖലയിൽ ചത്ത നിലയിൽ കണ്ടെത്തിയിരിക്കുകയാണ്. നമുക്കറിയാം, കഴിഞ്ഞ ദിവസമൊക്കെ വലിയ പ്രതിഷേധമായിരുന്നു ഇക്കാര്യത്തിൽ ഉണ്ടായിരുന്നത്. കടുവയെ പിടികൂടണം, കടുവയെ വെടിവെച്ചു കൊല്ലണം എന്ന തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ആയിരുന്നു. അതിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങളും വന്നിരുന്നു. എന്തായാലും ഇപ്പോൾ ആശ്വാസകരമായി ഈ ആളെക്കൊല്ലി കടുവയെ ചത്ത നിലയിൽ കണ്ടെത്തിയിരിക്കുകയാണ്. ഈ കടുവയുമായി ദൗത്യസംഘം പോകുകയുമാണ്. എന്തായാലും വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ് പുറത്തുവരുന്നത്. നരഭോജി കടുവ ചത്ത നിലയിൽ കണ്ടെത്തിയിരിക്കുകയാണ്. ഈ കടുവ എങ്ങനെ ചത്ത നിലയിൽ കണ്ടെത്തി എന്നുള്ള കാര്യത്തിലൊക്കെ കൂടുതൽ വ്യക്തത പറയേണ്ടതുണ്ട്. കടുവയുടെ ദേഹത്ത് മുറിവുകളൊക്കെ നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും. നേരത്തെയും ഈ കടുവയ്ക്ക് ആരോഗ്യസ്ഥിതി വളരെ മോശമായിരുന്നു എന്ന വിവരങ്ങൾ ഉണ്ടായിരുന്നു. എന്തായാലും ഇപ്പോൾ നരഭോജി കടുവ ചത്തിരിക്കുകയാണ്. വളരെ പ്രധാനപ്പെട്ട വാർത്തയാണ് മാതൃഭൂമി ന്യൂസിലൂടെ പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. കടുവയെ ചത്ത നിലയിൽ കണ്ടെത്തിയിരിക്കുകയാണ്. പീലക്കാവ് മേഖലയിലാണ് ഈ കടുവ ചത്ത നിലയിലുള്ളത്. രാധയെ കടിച്ചുകൊന്ന സ്ഥലത്ത് തന്നെയാണ് ഈ കടുവയെ ചത്ത നിലയിൽ ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത്. നരഭോജി കടുവ തന്നെയാണ്, ആളെക്കൊല്ലി കടുവ തന്നെയാണ് ചത്തത് എന്നൊരു വാർത്ത തന്നെയാണ് വരുന്നത്. ഒരു സ്ഥിരീകരണവും ഇക്കാര്യത്തിൽ വന്നിരിക്കുകയാണ്. നരഭോജി കടുവയെ ചത്ത നിലയിൽ കണ്ടെത്തിയിരിക്കുന്നു. അതിന്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ കാണുന്നത്. വളരെ ആശ്വാസകരമായ വിവരമാണ് ആ പ്രദേശവാസികളെ സംബന്ധിച്ച്. പുറത്തിറങ്ങാൻ പോലും കഴിയാത്ത സ്ഥിതിയായിരുന്നു, ഭയമായിരുന്നു, ആശങ്കയായിരുന്നു, പിന്നാലെ പ്രതിഷേധമായിരുന്നു. പ്രതിഷേധത്തിന് പിന്നാലെയാണ് സംഘം വിപുലീകരിച്ച ദൗത്യത്തിനായി ഇന്ന് വീണ്ടും വിവിധ ഇടങ്ങളിലേക്ക് കാട് കയറുന്നത്. അതിനിടയിലാണ് ഇപ്പോൾ നരഭോജി കടുവ ചത്ത നിലയിൽ കണ്ടെത്തിയെന്ന വിവരം, ആ ദൃശ്യങ്ങൾ പുറത്തേക്ക് വരുന്നത്. അക്കാര്യം സ്ഥിരീകരിച്ചിരിക്കുന്ന അവിടുത്തെ റേഞ്ച് ഓഫീസർ ഉൾപ്പെടെ രാധയെ കൊന്ന നരഭോജി കടുവ തന്നെയാണ് ഇത് എന്നതാണ് സ്ഥിരീകരിക്കുന്നത്. ഇന്നലെ RRT സംഘാംഗത്തിന് നേരെ ആക്രമണമുണ്ടായിരുന്നു, അതും ഇതേ കടുവ തന്നെയായിരുന്നു. ആ കടുവ തന്നെയാണ് ചത്തത് എന്ന വിവരം സ്ഥിരീകരിക്കുന്നു എന്നാണ് കമൽ അവിടെ നിന്ന് നിൽക്കുന്ന വിവരം. ബേസ് ക്യാമ്പിലേക്ക് ഈ കടുവയുടെ ജഡം കൊണ്ടുപോകാനുള്ള ശ്രമമാണ് അവിടെ നടക്കുന്നത്. അവിടെ ദൗത്യസംഘത്തിന്റെ ഭാഗമായുള്ള ആളുകളുമൊക്കെ ഇത് ആ കടുവ തന്നെയാണ്. പക്ഷേ എങ്ങനെ ഈ കടുവ ചത്തു എന്ന കാര്യത്തിലൊക്കെ ഇനിയും കൂടുതൽ സ്ഥിരീകരണം വനംവകുപ്പ് ഉദ്യോഗസ്ഥന്റെ ഭാഗത്തുനിന്ന് വരേണ്ടതുണ്ട്. ചോരപ്പാടുകൾ, മുറിവൊക്കെ കടുവയുടെ ശരീരത്തിൽ നമുക്ക് കാണാം. ഇന്നലെ RRT സംഘാംഗത്തെ പിന്നിൽ നിന്നാണ് കടുവ ആക്രമിച്ചത്. ഷീൽഡ് കൊണ്ട് തടഞ്ഞതുകൊണ്ട് മാത്രമാണ് അദ്ദേഹത്തിന് ജീവൻ നഷ്ടമാകാതിരുന്നത്. കൈക്ക് പരിക്കേറ്റുവെന്ന് അദ്ദേഹം തന്നെ ഇന്നലെ ആശുപത്രിയിൽ വെച്ച് പറയുന്നുമുണ്ടായിരുന്നു.